നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ അവരുടെ കാർഡുകൾ ഉപയോഗിച്ച് അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ മുതലായ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പായിട്ടാണ് ഇപ്പോൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. റേഷൻ കാർഡ് മസ്റ്റിംഗ് തുടങ്ങുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മസ്റ്റിംഗ് നമ്മൾ ചെയ്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇനിയും മസ്റ്റിംഗ് ചെയ്യണോ? അതുപോലെ തന്നെ ആരെല്ലാമാണ് മസ്റ്റിംഗ് പൂർത്തിയാക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മുടെ റേഷൻ കാർഡ് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറുന്നു എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ വർഷം തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. ഒരുപാട് തവണ അതിന് സമയം നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഈ മാസം 15-ാം തീയതിക്ക് മുമ്പായി തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്ക് റേഷൻ സാധനങ്ങൾ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അതിൽ മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് ഒഴിവാക്കുന്നത് കൊണ്ടും അവരുടെ റേഷൻ സാധനങ്ങൾ വാങ്ങിയത് കൊണ്ടും അവർക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. പ്രവാസികളായ ഒരുപാട് ആളുകൾ ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തികൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ ഓരോ റേഷൻ കാർഡിൽ നിന്നും 1-2 ആളുകൾ ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് ഓരോ റേഷൻ കാർഡിൻ്റെ കീഴിലും എത്ര ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കണക്കെടുക്കുകയാണ് സർക്കാർ അടുത്ത മാസം മുതൽ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ വരാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവർ ചെയ്യുക. കേരളത്തിലെ ഏത് റേഷൻ കടകളിൽ നിന്നും ഏത് സപ്ലൈ ഓഫീസിൽ നിന്നും നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാസികളായ ആളുകൾക്ക് ഇങ്ങനെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷം മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അടുത്ത വർഷം ചിലപ്പോൾ അല്ലെങ്കിൽ ഈ വർഷം അവസാനമായിരിക്കും ഇനി മസ്റ്റിംഗ് തുടങ്ങുക. കഴിഞ്ഞ വർഷം മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവമായി സർക്കാർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, മസ്റ്റിംഗ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് 40 ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കണം. മരിച്ച വ്യക്തിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായി ഓൺലൈൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ സാധിക്കും. 40 ദിവസത്തിന് ശേഷം നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും 36 രൂപയും അതിൻ്റെ 18% പലിശയും കൂടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. നമ്മൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ അവരുടെ പേര് ഒഴിവാക്കാൻ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തി നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഉടമയാണെങ്കിൽ കുടുംബത്തിലെ മറ്റ് മുതിർന്ന അംഗത്തെ നമുക്ക് ഉടമയാക്കി മാറ്റി നമുക്ക് അവരെ ഒഴിവാക്കാൻ സാധിക്കും. പുതിയ അംഗത്തിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ പുതിയ അംഗത്തിൻ്റെ ആധാർ കാർഡ് എന്നിവയുമായി ചെന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ആധാർ കാർഡും മരണ സർട്ടിഫിക്കറ്റുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം സർക്കാർ നിശ്ചയിച്ച കാലാവധി 40 ദിവസമാണ്. 40 ദിവസം കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീടും തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സത്യാമൂലം, BP ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ അതിൻ്റെ സത്യാമൂലം, വീട്ടിലെ മുതിർന്ന അംഗം വിധവയാണെങ്കിൽ വിധവ പെൻഷൻ വാങ്ങുന്നതിൻ്റെ സ്ലിപ്പും മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വന്തമായി 4 ചക്ര വാഹനമില്ല ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാമൂലം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അന്വേഷണം നടക്കും. ആ അന്വേഷണത്തിന് ശേഷം നമുക്ക് അർഹതയുണ്ടെങ്കിൽ നമുക്ക് വെള്ള കാർഡിൽ നിന്ന് നമുക്ക് ചുവപ്പിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ